എന്ന് ചോദിച്ചിട്ട് മോനോട് പറയും. മോൻ എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എന്നെ എല്ലാത്തിനും എൻ്റെ മോനെൻ്റെ കൂടെയുണ്ട്. ഡോക്ടർമാരെ കാണിക്കുകയും വേദന വരുമ്പോൾ കൂടെ ഇഞ്ചക്ഷൻ അടിക്കുകയും. എന്നാലും ഞാനിപ്പോൾ ഒതുപ്പ് വരുന്ന വേദന. പ്രിയമുള്ളവരെ, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആശുപത്രി എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷമാണ്. കാരണം അവിടെ പോയാൽ അവർ നമ്മെ പരിഗണിക്കും, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നാമൊക്കെ പോകുന്നത്. പാവം ഈ ഉമ്മ 5 വർഷത്തോളം ഈ വേദന സഹിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം, എത്രത്തോളം അശ്രദ്ധയാണ് ഈ നമ്മുടെ ഡോക്ടർമാരുടെ ഭാഗത്തൊക്കെ സംഭവിക്കുന്നത്. പാവം ഒരുപാട് ചികിത്സകൾ എടുത്തു, വേദനകൾ സഹിക്കൂ, കഴിവിൻ്റെ പരമാവധി. ഈ പാവങ്ങൾ എങ്ങനെയെന്നറിയോ, അവർ കഴിവിൻ്റെ പരമാവധി വേദനകൾ സഹിച്ചിട്ട് അവസാനം ഈ വേദന സഹിക്കാൻ കഴിയില്ല എന്നവർക്ക് തോന്നിയാലേ അവർ ആശുപത്രിയിലെ സന്ദർശിക്കുകയുള്ളൂ. കാരണം അവരുടെ സാമ്പത്തികമായ അവസ്ഥ അങ്ങനെയായിരിക്കും. ഒരു ഡോക്ടറിൻ്റെ അരികിൽ പോയി 100 രൂപ കൊടുത്തൊരു എന്തെങ്കിലും മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ, കാരണം അതിന് പോലും അവർക്ക് വക ഉണ്ടാവില്ല ചില ആളുകൾക്കൊക്കെ. പിന്നെ 21 മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ എന്നെ വീട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് പഴുപ്പും ചോരയൊക്കെ വന്നു. വേദന ഉണ്ടെങ്കിലും ഞാൻ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുക്കും, മരുന്നും ഗുളികയൊക്കെ കഴിക്കും. അങ്ങനെ ഒരുപാട് ആശുപത്രി ഞാൻ കയറി ഇറങ്ങി. ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ 1 വർഷത്തിന് മുന്നേ എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു. എന്നാൽ നോക്കൂ, ഈ 5 വർഷത്തോളം വേദന സഹിച്ചത് എന്തിനാണ്? എൻ്റെ മകനൊന്നും കഷ്ടപ്പാട് വേണ്ട അല്ലേ? അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അവസാനം എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് കൃത്യമായ സ്കാനിങ്ങിലൂടെ മനസ്സിലാകുന്നത് ഇത് വയറ്റിൽ ഇത്തരത്തിലുള്ള ആയുധം ഉണ്ട് എന്നുള്ളത്. പാവം എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. ഇതിനാരാണ് ഇതിൻ്റെ ആ വേദനത്തിന്, ആ സഹിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയെ ആ വേദനത്തിന് പകരമായി എന്ത് നൽകാൻ കഴിയും? ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ കഴിയാത്തവർ 5 വർഷത്തോളം ഈ കത്തരിക ഉണ്ടായെന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ വൈദ്യന്മാരൊക്കെ എത്രത്തോളം അശ്രദ്ധ പാലിക്കുന്നുണ്ട് എന്ന് നമുക്കിന്ന് മനസ്സിലാകുന്നുണ്ട്. ആശുപത്രിയിൽ വരുന്നവരൊക്കെ നല്ല നിലക്ക് സ്വീകരിച്ചവർക്ക് നല്ല ചികിത്സ നൽകുന്നതിന് പകരം, പണ്ട് കാലത്തൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേട്ടിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ കത്തരി വയറ്റിൽ ബാക്കിയായി പലതും ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നും ചിന്തിച്ചിട്ടുള്ളത്. കാരണം അത്ര അശ്രദ്ധന്മാരായിരിക്കില്ല. ഒരു ഉത്തരവാദിത്വമല്ലേ? ഈ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണ്ടേ? ഇത്രത്തോളം അശ്രദ്ധ എന്ന് പറയുന്നത് ഇത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആ ഉമ്മയുടെ ആ വിഷമം, ആ സങ്കടം, ആ സഹോദരിയുടെ ആ ദുഃഖമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. നമുക്ക് ചെറിയ വേദന പോലും സഹിക്കാൻ കഴിയില്ല. പാവം എത്ര പണമാണ് ഇതിന് മുടക്കിയത്, എത്ര ഗുളികകളാണ് കഴിച്ചത്. ഈ വേദന ഒന്ന് മാറിക്കിട്ടട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മാറിക്കിട്ടുന്നില്ല. എവിടൊക്കെ ഇത് മാറിക്കിട്ടുന്നത്? വയറ്റിൽ ഇത്തരത്തിലുള്ള കത്രിക ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഉമ്മ വല്ലാണ്ട് ഞെട്ടിപ്പോയി. കരഞ്ഞുകൊണ്ടാണ് ആ സഹോദരി പറയുന്ന വാക്ക്. അങ്ങനെ എത്രയോ ഡോക്ടർമാർ അശ്രദ്ധ കാണിക്കുന്നവർ. ഇതിനെതിരെ നടപടി ഉണ്ടാകണം. കാരണം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നാളെ നമ്മുടെ വീട്ടിലും ഇത്തരത്തിലുള്ളത് സംഭവിക്കാമല്ലോ. നാം ഇങ്ങനെ വിശ്വസിച്ച് പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നല്ലൊരു ജീവിതം കിട്ടും, ഇനി എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ അല്ല ഒരുപാട് പണം ചിലവഴിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് സർക്കാർ ആശുപത്രിയിൽ നടന്നൊരു സംഭവം എന്നാണ് പറയുന്നത്. എവിടെയാണെങ്കിലും അവർ വേദന കൊണ്ട് സഹിക്കാതെ ആശുപത്രിയിൽ വന്നു, അവിടുന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഇനി മുതൽക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതോടൊപ്പം വേദന വീണ്ടും തുടങ്ങി. അങ്ങനെ സഹിച്ചു ഇനി പിന്നെ ഡോക്ടർമാരൊന്നും പറഞ്ഞല്ലോ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ മനസ്സിൽ ഇതായാലും ധൈര്യമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടില്ല, എന്തോ ഒരു വേദന ആയിരിക്കും, നാളെ കുറയും അങ്ങനെ വിചാരിച്ച് കിട്ടുന്ന ഗുളികകളെല്ലാം കഴിച്ച് അവസാനം നോക്കുമ്പോൾ ഇതാണ് എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആ സഹോദരിയുടെ സങ്കടം. ഇപ്പോൾ ആ ഒരു കേസ് ഒരു ഡോക്ടർ ഏറ്റെടുത്ത് അതിൻ്റെ ചികിത്സ പണമെല്ലാം നൽകാമെന്ന് ഒരു ഡോക്ടർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധിച്ചു.
ഇതാവട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴൊക്കെ തീർച്ചയായും ഒരു ശ്രദ്ധ വേണം. ഇങ്ങനെ ഒരുപാട് വേദനകൾ സഹിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുക വേണം. ഇല്ലെങ്കിൽ ഈ സഹോദരിയെപ്പോലെ അപകടത്തിൽ ചാടാൻ സാധ്യതയുണ്ട്. നമ്മുടെ എല്ലാ സഹോദരന്മാർ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. പലവിധ വേദനകൾ സഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് തള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവിധ രോഗത്തിൽ നിന്ന് അല്ലാഹു ശമനം നൽകട്ടെ. അല്ലാഹു മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ. രോഗങ്ങൾ നൽകി അതുമൂലം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ ബുദ്ധിമുട്ടാലാകുന്ന ഒരവസ്ഥയെ തൊട്ട്, സാഹചര്യത്തെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധ റമദാൻ മാസമാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്. നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് അല്ലാഹു, പ്രത്യേകിച്ച് രോഗം കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ തകടം പറഞ്ഞ് ഇന്ന് 6 അടി മണ്ണിൽ കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും പൊറുത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി